റാം കെയർ ഓഫ് ആനന്ദി എൻ്റെ ഏറെ പ്രിയപ്പെട്ട പുസ്തകങ്ങളിലൊന്ന്. ഓരോ മണിക്കൂറും ഓരോ മിനിറ്റുകൾ പോലെ കടന്നുപോയി. ഒരു ദിവസം കൊണ്ട് കഥ അവസാനിച്ചു പോയല്ലോ എന്നോർക്കുമ്പോൾ ഒരു ചെറിയ വിഷമം. റാമും മല്ലിയും ആനന്ദിയും പാട്ടിയും രേഷ്മയും വെട്രിയും എല്ലാം നമ്മുടെ ആരോ ആണെന്നുള്ള തോന്നൽ. കുറേ നേരത്തേക്ക് നമുക്ക് ഇവരെയൊന്നും മറക്കാൻ പറ്റില്ല. കാണാത്ത ചെന്നൈ നഗരം കണ്ട പോലെ തീർച്ചയായും ഒരു സിനിമ കണ്ട അതേ പ്രതീതിയാണ് ലഭിച്ചത്. പലർക്കും പല രീതിയിലായിരിക്കാം വായനാ അനുഭവം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകം വൈകാരികമായി ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. സിനിമ പഠിക്കുവാനും നോവൽ എഴുതുവാനും അനുഭവങ്ങൾ തേടി ചെന്നൈ നഗരത്തിലെത്തിയ റാമിനെ കാത്തിരുന്നത് അനുഭവങ്ങളുടെ ഒരു പെരുമഴക്കാലമായിരുന്നു. റാമിൻ്റെ ജീവിതത്തിലേക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇല്ലാതെ കടന്നു വന്ന ആനന്ദി പിന്നീട് അവൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ചേക്കേറുന്നു. അതിലേറെ എന്നെ സ്വാധീനിച്ച വ്യക്തിയാണ് മല്ലി. മല്ലി റാമിനോട് പറയുന്നുണ്ട്, റാം, നിന്റെ പേരിനൊപ്പം ഈ സിമൻ്റ് ബെഞ്ചിലെങ്കിലും ഞാനൊന്ന് സ്ഥാനം പിടിച്ചോട്ടെ. റാം കെയർ ഓഫ് ആനന്ദി റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമ പോലെ സുന്ദരമാണ്. പ്രണയപൂർവ്വം അത് നിങ്ങളെ ചേർത്ത് പിടിക്കും.